നാദാമൃതം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സപ്തസ്വരങ്ങൾ 4 കാലങ്ങൾ താളമിട്ട് പാടാൻ പഠിക്കാം. ആദ്യമായിട്ട് സ്വരസ്ഥാനങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായി. 7 സ്വരങ്ങൾ, മൊത്തത്തിൽ 12 സ്വരസ്ഥാനങ്ങളാണുള്ളത്. സപ്തസ്വരങ്ങൾ 1, 2, 3 കാലം. 12 സ്വരസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഷഡ്ജം, ശുദ്ധ ഋഷഭം, ചതുർശുദ്ധ ഋഷഭം, സാധാരണ കാന്താരം, അന്തരകാന്താരം, ശുദ്ധ മധ്യമം, പ്രതിമധ്യമം, പഞ്ചമം, ശുദ്ധ ദൈവതം, ചതുർശ്രുതി ദൈവതം, കൈശികി നിഷാദം, അൻകാകളി നിഷാദം. ഇത്രയും സ്വരങ്ങളാണ് 12 സ്വരസ്ഥാനങ്ങൾ. ഇവിടെ നമുക്ക് മായാമാളവുകോളം എന്ന രാഗത്തിന് വേണ്ടത് ഷഡ്ജം, ശുദ്ധ ഋഷഭം, അന്തരകാന്താരം, ശുദ്ധ മധ്യമം, പിന്നെ പഞ്ചമം, ശുദ്ധ ദൈവതം, കാകളി നിഷാദം. നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കുകയുണ്ടായല്ലോ. അപ്പോൾ നമുക്കത് എങ്ങനെ താളമിട്ട് പാടാം എന്ന് നോക്കാം. താളം ഇടുന്നത് ഒരു ഈക്വലായിട്ടുള്ള ഇൻ്റർവെല്ലോട് കൂടിയ കുറച്ച് ബീറ്റുകളാണ്. ഈ ബീറ്റിനെ നമ്മൾ കുറച്ച് അംഗങ്ങളായിട്ട് ക്രമീകരിക്കുന്നുണ്ട്. ഈ അംഗങ്ങളെന്ന് പറയുന്നത് ലഘു, ദ്രുതം എന്ന 2 അംഗങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത്. പിന്നെ അനുദ്രുതം എന്ന് പറയുന്നൊരു അംഗം കൂടിയുണ്ട്. അത് നമുക്കിപ്പം പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ലഘുവും ദ്രുതവും എന്താണെന്ന് പഠിക്കാം. ആദ്യമായിട്ട് ലഘു എന്ന് പറഞ്ഞാൽ ബീറ്റ് ആൻഡ് ഫിംഗർ കൗണ്ട് എന്നാണ്. അടിച്ച് വിരലുണ്ണുക. അടിച്ച് എത്ര വിരൽ വേണമെങ്കിലും നമുക്ക് എണ്ണാൻ പറ്റില്ല, അതിനൊരു കൃത്യതയുണ്ട്. അപ്പം അടിച്ചിട്ട് 3 വിരൽ എണ്ണുമ്പോഴാണ് നമുക്ക് ചതുരശ്രം എന്ന് പറയാൻ പറ്റുക. അതായത് 4 അംഗം വരും. അതായത് അടിയും 3 വിരലും കൂടെ ചേരുമ്പോൾ അത് 4 ആകും. 4 കൗണ്ടാണ്. അതുകൊണ്ടാണ് അതിനെ ചതുരശ്രം എന്ന് വിളിക്കുന്നു. 4 അംഗം. അടിച്ചിട്ട് 2 വിരലേ ഉണ്ടെങ്കിൽ അതിനെ ത്രശ്രം എന്ന് വിളിക്കും. 3 അക്ഷരക്കാലം. അടിച്ചിട്ട് 2 വിരൽ, അതും ഒരു ലഘുവാണ്. അതേപോലെ അടിച്ചിട്ട് 4 വിരൽ എണ്ണിയാൽ അത് ഖണ്ഡം എന്ന് വിളിക്കും. അടിച്ചിട്ട് 4 വിരൽ, ടോട്ടൽ 5 അക്ഷരക്കാലം. അതിനെ ഖണ്ഡജാതി ലഘു എന്ന് വിളിക്കും. അതും ഒരു ലഘുവാണ്. അതേപോലെ അടിച്ചിട്ട് 6 വിരൽ എണ്ണണം. അതായത് ബീറ്റും 5, 6 ഇത്ര എണ്ണുമ്പോൾ അത് 7 ആണ് കൗണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് മിശ്രജാതി. 7 അക്ഷരക്കാലം മിശ്രജാതി ലഘു എന്ന് വിളിക്കും. അതുപോലെ ലാസ്റ്റ് എന്ന് പറയുന്നത് അടിച്ചിട്ട് 8 വിരലെണ്ണം. ഇതിനെ വിളിക്കുന്ന പേരാണ് സങ്കീർണ ജാതി ലഘു. ഇതാണ് അവസാനത്തെ ലഘു. അങ്ങനെ 5 ടൈപ്പ് ഓഫ് ലഘു ഉണ്ട്. അതിലെ ഒന്നാമത്തെ ലഘു, നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന ലഘു എന്ന് പറയുന്നത് ചതുരശ്ര ജാതിയാണ്. ബീറ്റ് ആൻഡ് 3 ഫിംഗേഴ്സ്, അത് മണി. അപ്പം 4 കൗണ്ട് വരും. അപ്പം താളത്തിൻ്റെ ഒരംഗം ഇതാണ്. അടുത്തതായിട്ട് ബീറ്റും വേവ് എന്ന് പറയും. അടിയും വീശും. അങ്ങനെ 2 അടിയും വീശും ഉണ്ട്. ഒരടിയും വീശും എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അപ്പം അടിയും വീശും എന്ന് പറയുന്നത് 2 അക്ഷരക്കാലമാണ്. അത് ഫിക്സഡ് ആണ്. അങ്ങനെ 2 പ്രാവശ്യം അടിയും വീശും ഇടണം. അതാണ് ഈ താളത്തിൻ്റെ ഫ്രെയിം. ആ താളം എന്ന് പറയുന്നത് ആദി താളമാണ്. അത് ലഘുവും 2 ദ്രുതവും ചേരുന്ന ഒരു താളമാണ് ആദി താളം. അതിൻ്റെ പേര് ചതുരശ്ര ജാതി ത്രിപുട താളം. ലഘു, ദ്രുതം, ദ്രുതം. അടിച്ച് വിരലെണ്ണുക, അടിച്ച് വീശുക, വീണ്ടും അടിച്ച് വീശുക. അങ്ങനെ ഒരു ലഘുവും 2 ദ്രുതവും ചേരുന്ന ഈ താളത്തിൻ്റെ പേരാണ് ചതുരശ്രജാതി ത്രിപുട താളം. ഇനി നമുക്കിത് സപ്തസ്വരങ്ങൾ താളമിട്ട് പാടാൻ നോക്കാം. ആദ്യമായിട്ട് 1 കാലമാണ്. ഒരടിക്ക് 1 സ്വരം. ബീറ്റ് 1, 2, 3. ബീറ്റ്, വേവ്, ബീറ്റ്, വേവ്. ഇവിടെ നമ്മൾ സ്വരം പറഞ്ഞങ്ങനെ പറയും. സ, രി, ഗ, മ, പ, ധ, നി, സ. ഡിസെൻഡിങ് സ, നി, ധ, പ, മ, ഗ, രി, സ. നമുക്കതിൻ്റെ സ്ഥാനം വെച്ചുകൊണ്ട് പാടി നോക്കാം. 4 സ്വരങ്ങൾ പാടാം. എന്നിട്ട് ഞാനൊരു സ്പേസ് ഇടുന്നുണ്ട്. ആ സ്പേസിൽ നിങ്ങൾക്ക് പാടാനായിട്ട് ശ്രമിക്കാം. സ, രി, ഗ, മ, പ, ധ, നീ, സ.
രി സ. ഒന്നുകൂടെ പാടാം. സ രി ഗ മ പ ധ നി സ. സ നി ധ പ. മ ഗ രി സ. നമുക്ക് ചേർന്ന് പാടാം. 3, 4. സ രി ഗ മ പ ധ നി സ. സ നി ധ പ. മ ഗ രി സ. സ രി ഗ മ പ ധ നി സ. സ നി ധ പ. മ ഗ രി സ. ഈ ഒരു ബീറ്റ് എന്ന് പറയുന്നത് 4 മൈക്രോ ബീറ്റുകൾ ചേർന്നൊരു ബീറ്റാണ്. അതായത് ത ക തി മി. നമ്മൾ മാത്രകളെന്ന് വിളിക്കും. മാത്രകൾ 4 മാത്ര. ഒരടിയിൽ 4 മാത്രകളാണ്, ചതുരശ്ര മാത്ര. അപ്പം 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. അങ്ങനെ ആദ്യതാളം ഒരടിയിൽ 4 മാത്ര വെച്ച് 8 അക്ഷരക്കാലമാണ്. അങ്ങനെ 8 × 4 32 മാത്രകളാണ് ആദ്യതാളത്തിൻ്റെ മാത്രകളെന്ന് പറയുന്നത്. അപ്പോൾ ഈ മാത്രകളെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പറയുമ്പോൾ, അതായത് ബീറ്റും ഒരു ബീറ്റിൻ്റെ ആവർത്തി എന്ന് പറയുന്നത് റെസ്റ്റും കൂടെ ചേർന്നതാണ്. അപ്പം ബീറ്റ് റെസ്റ്റ്, ബീറ്റ് റെസ്റ്റ്, ബീറ്റ് റെസ്റ്റ് അല്ലേ. അപ്പം ഒരു ബീറ്റിൽ അടിയോട് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അടിയിൽ സ്വരം പറഞ്ഞിട്ട് ബാക്കി റെസ്റ്റിലും 4 ആണല്ലോ കൗണ്ട്. അപ്പം ത ക ദി മി എന്ന് പറയുന്നത് അടിക്ക് 2ഉം റെസ്റ്റിൽ 2ആയിട്ട് കൊടുക്കുക. ത ക ദി മി, ത ക ദി മി, ത ക ദി മി, ത ക ദി മി, അങ്ങനെ കൊടുക്കും. അപ്പം സ ആ ആ ആ രി ഇ ഈ ഇ. അതായത് താളത്തിന് കൃത്യത കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഗ്രിപ്പ് കൊടുത്ത് പാടുന്ന വിധം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് സ രി ഗ ആ മ ആ. അപ്രകാരം ഓരോ സ്വരത്തിനും 4 കൗണ്ട് ഉണ്ട്. നമ്മൾ അടിയിലുള്ള സ്വരം മാത്രം പറയുന്നു, ബാക്കി അവിടെ സ്പേസ് ഈ ബീറ്റ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം, കേൾപ്പിക്കാൻ പാടില്ല. സ രി ഗ ഇങ്ങനെ വേണം പാടാൻ. അപ്പോൾ ആ കൗണ്ട് ഓർത്തിരുന്നാൽ മതി. 4 മാത്രകളാണ് ഒരു അടിയിലുള്ളത്. രണ്ടാം കാലം ഒരടിക്ക് 2 സ്വരം. അപ്പം ബീറ്റിലും റെസ്റ്റിലുമായിട്ട് ഡിവൈഡ് ചെയ്ത് പാടുമ്പോൾ സ രി ഗ മ പ ധ നീ സ സ നീ ധ പ മ ഗ രി സ. ഫസ്റ്റ് ഹാഫ് പാടാം, നിങ്ങൾ അതിന് ശേഷം പാടണം. സ രി ഗ മ പ ധ നീ സ. സ നി ധ പ മ ഗ രി സ.
സരി ഗമ പധ നീ സ. സനി ധ പ മ ഗ രി സ. ചേർത്ത് പാടാം. 3, 4. സരി ഗമ പധ നീ സ. സനി ധ പ മ ഗ രി സ. സരി ഗമ പധ നീ സ. സനി ധ പ മ ഗ രി സ. ഇതവിടെ രണ്ടാം കാലം. മൂന്നാം കാലം തേർഡ് സ്പീഡിൽ ഒരടിക്ക് 4 സ്വരം വരും. അപ്പോൾ സരി ഗമ. അപ്പോൾ ഈ സരിഗമ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ സരി ബീറ്റിലും ഗാമ റഷിലും വരും. അപ്പം സരി ഗമ പധ നീ സ. സനി ധ പ മ ഗ രി സ. സരി ഗമ പധ നീ സ. സനി ധ പ മ ഗ രി സ. അപ്പോൾ താളത്തിൻ്റെ ഒരു കൃത്യതയുണ്ടാവും. അപ്പം പാടി നോക്കാം. 3, ഞാൻ എൻ്റെ പകുതി പാടാം. 3, 4. സരി ഗമ പധ നീ സ. സനി ധ പ മ ഗ രി സ. സരി ഗമ പധ നീ സ. സനി ധ പ മ ഗ രി സ. ചേർത്ത് പാടാം. 3, 4. സരി ഗമ പധ നീ സ. സനി ധ പ മ ഗ രി സ. സരി ഗമ പധ നീ സ. സനി ധ പ മ ഗ രി സ. സരി ഗമ പധ നീ സ. സനി ധ പ മ ഗ രി സ. സരി ഗമ പധ നീ സ. സനി ധ പ മ ഗ രി സ. ഇനി നാലാം കാലമാണ്. ഒരടിക്ക് 8 സ്വരങ്ങൾ. അപ്പോൾ 4 ബീറ്റിലും 4 റസ്റ്റിലും. സരി ഗമ പധ നീ സ. സനി ധ പ മ ഗ രി സ. സരി ഗമ പധ നീ സ. എടേ പകുതി പകുതി പാടാം. അതിൻ്റെ ഗ്യാപ്പിൽ നിങ്ങൾ പാടണം. എടേ 3, 4. സരി ഗമ പധ നീ സ. സനി ധ പ മ ഗ രി സ. സരി ഗമ പധ നീ സ. സനി ധ പ മ ഗ രി സ. സരി ഗമ പധ നീ സ. സനി ധ പ മ ഗ രി സ. സരി ഗമ പധ നീ സ. സനി ധ പ മ ഗ രി സ. ചേർത്ത് പാടാം. 3, 4. സരി ഗമ പധ നീ സ. സനി ധ പ മ ഗ രി സ. സരി ഗമ പധ നീ സ. സനി ധ പ മ ഗ രി സ. സരി ഗമ പധ നീ സ. സനി ധ പ മ ഗ രി സ. സരി ഗമ പധ നീ സ. സനി ധ പ മ ഗ രി സ. സരി ഗമ പധ നീ സ. സനി ധ പ മ ഗ രി സ. ഗമ പധ നീ സ. സനി ധ പ മ ഗ രി സ. സരി ഗമ പധ നീ സ. മ ഗ രി സ. സരി ഗമ പധ നീ സ. മ ഗ രി സ. ഇങ്ങനെയാണ് 4 കാലങ്ങൾ പാടുന്നത്. അപ്പോൾ 1, 2, 3, 4 കാലങ്ങൾ കൃത്യമായി പാടിയെടുക്കാൻ ശ്രമിക്കുക. ഓരോ കാലങ്ങളും കുറേ തവണ പാടി പ്രാക്ടീസ് ആക്കിയതിന് ശേഷമേ അടുത്തടുത്ത കാലങ്ങൾ പാടാവൂ. നമുക്കിനി അടുത്ത എപ്പിസോഡിൽ മറ്റൊരു പരിചയമായി കാണാം. നന്ദി, നമസ്കാരം.